കേരളത്തിലെ സകല ജനങ്ങളും പറയുന്ന ഒരു കാര്യമുണ്ട്. പിണറായി വിജയന്റെ ഈ ദുർഭരണം ഒന്ന് അവസാനിച്ചിരുന്നുവെങ്കിൽ എന്ന്. എന്തൊക്കെ കോലാഹലങ്ങളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആ മഹാൻ ചെയ്തിരിക്കുന്നത് എന്ന ചോദ്യത്തോടെയാണ് നാട്ടിലെ ജനങ്ങൾ ഈ കിറ്റ് മുഖ്യമന്ത്രിയെ തുരത്താൻ നോക്കുന്നത്. ഒരു കാരണവശാലും മൂന്നാം ഊഴം തന്നെ തേടി വരില്ല, അതും നേരായ വികസന വഴിയിലൂടെ വരില്ല എന്നറിഞ്ഞതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ തന്റെ കാറിൽ കയറ്റി ഗൂഢാലോചന നടത്തുന്നത്. അവിടെയാണ് ബുൾഡോസർ രാജ് വഴി ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വീടും കൂടും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ഇടിച്ചു നിരത്തിയ യോഗിയെ വലിയ യോഗ്യനാക്കി കേരളത്തിന്റെ മണ്ണിൽ നടത്തുന്ന അയ്യപ്പ സംഗമത്തിലേക്ക് എത്തിക്കുന്നത്. എന്ത് സന്ദേശമാണ് മതേതര കേരളത്തിന് ഇടതുപക്ഷ കമ്മ്യൂണിസം നൽകുന്നത് എന്ന് ചോദിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും സഖാക്കന്മാർ ആണ് എന്ന് ഓർക്കേണ്ടതുണ്ട്. ഈ വിഷയം അങ്ങനെ തന്നെ എടുത്തടിച്ചു പറയുകയാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും സർക്കാരിൻ്റെ ജോലിയല്ല. സർക്കാർ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി, കപട ഭക്തി കാണിച്ച് ഒരു ഭക്തിയുടെ ഒരു പരിവേഷം ഉണ്ടാക്കി പണ്ട് ശബരിമലയിൽ ചെയ്തതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം എന്ത് മെസ്സേജാണ് ഈ പരിപാടിയിൽ കൊടുക്കാൻ നടക്കുന്നത്? മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് 10ാമത്തെ വർഷം ഇലക്ഷൻ്റെ തൊട്ടിപ്പുറത്ത് മാസ്റ്റർ പ്ലാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. ലോക്കൽ ബോഡി, അത് കഴിഞ്ഞാൽ അസംബ്ലി. ഇപ്പോഴാണ് ശബരിമലയുടെ വികസനത്തെ പറ്റി ആലോചിച്ചത്. കാപഢ്യമാണ് കാണിക്കുന്നത്. കപട ഭക്തിയാണ്, കാപഢ്യമാണ്. ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവേശം വന്നത് 9 കൊല്ലം ഭരിച്ചപ്പോഴും ഉണ്ടായില്ല. അവിടെ ഒരു വികസന പ്രവർത്തനം നടത്തിയില്ല. UDFിൻ്റെ കാലത്ത് ചെയ്ത 112 ഹെക്ടർ സ്ഥലം വനഭൂമി സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ ഏറ്റെടുത്ത് അവിടെ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ നിലച്ചുപോയി. അപ്പോൾ ശബരിമലയോട് ഇപ്പോൾ കാണിച്ചത് കപടഭക്തിയാണ്. പിന്നെ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശവും മറ്റു ചില കാര്യങ്ങളും കൂടിക്കഴിഞ്ഞപ്പോൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ, BJPയുമായി അവിശുദ്ധമായൊരു ബാന്ധവം കേരളത്തിലെ CPMനുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം. ഈ പരിപാടിയിൽ വളരെ ക്ലിയറാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്ന സാമാന്യ ബുദ്ധിയുണ്ട്. പിന്നെ ഇന്നലെ വികസന സദസ്സ്, ഞാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഇലക്ഷൻ്റെ നറുക്കെടുപ്പ് കഴിഞ്ഞാൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകുമ്പോഴാണ് ഈ വികസനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. എന്തൊരു മൗഢ്യമാണ് അത്! മര്യാദയ്ക്ക് ലോക്കൽ ബോഡികൾക്ക് പൈസ കൊടുത്തിട്ടില്ല. ലോക്കൽ ബോഡികളെ ശ്വാസം മുട്ടിച്ച് കൊന്ന ഗവൺമെൻറ്റാണ്. എന്നിട്ട് അവിടെ നിന്ന് തന്നെ പൈസ എടുത്തിട്ടുണ്ട് വികസന സദസ്സ് നടത്താൻ വേണ്ടി നടത്തുന്ന ശ്രമം. എന്നിട്ട് പ്രതിപക്ഷത്തെ പരിഹസിക്കുകയാണ്. മുഖ്യമന്ത്രിയാണ് പരിഹാസപാത്രമായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോൾ കോൺക്ലേവ് നടത്തുന്ന ബഹളമാണ്. അവസാനമായപ്പോൾ ഇതൊക്കെ തുടക്കത്തിലല്ലേ, ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോഴല്ലേ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരോഗ്യരംഗത്ത് എന്ത് ചെയ്യണം, വിദ്യാഭ്യാസ രംഗത്ത് എന്ത് ചെയ്യണം, തീരദേശത്ത് എന്ത് ചെയ്യണം, മലയോരത്ത് എന്ത് ചെയ്യണം, പട്ടികജാതിക്കാർക്ക് പട്ടികവർഗ്ഗക്കാർക്ക് എന്ത് ചെയ്യണം, കർഷകർക്ക് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണത്. ഇത് പോയി ഇനിയിപ്പോൾ ഇവരെ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ ഈ ആളുകളെ കബളിപ്പിക്കുകയാണ്. ഇക്കണക്കിന് ഇത് എന്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്! യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ തലയിൽ കൈവയ്ക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടിട്ട്. കാരണം ആദ്യം അയ്യപ്പ സംഗമം പറഞ്ഞു, അപ്പോൾ പേടിയായി, അപ്പം ന്യൂനപക്ഷ സംഗമം. ഇനി ഓരോ മതത്തിൻ്റെയും സംഗമം നടത്തട്ടെ. ഹിന്ദു മഹാസംഗമം, ഇസ്ലാം സംഗമം, ക്രൈസ്തവ സംഗമം. ഞാൻ പറഞ്ഞില്ല, ഇവർ തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. ഇവരൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയല്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കൂടി ഈ പ്രാവശ്യം UDFിന് വോട്ട് ചെയ്യും. കാരണം ഒരിക്കലും തിരിച്ചു വരരുതെന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ്. നല്ല കമ്മ്യൂണിസ്റ്റുകാർ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുക ഇവരെ ഇത് കണ്ടിട്ട്. ഞങ്ങൾ ഈ സംസ്ഥാനത്ത് ഏത് നല്ല കാര്യത്തോടാണ് സഹകരിക്കാത്തത്? ഈ 10ാമത്തെ വർഷം തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കാണിക്കുന്ന ഈ നാടകങ്ങളോട് സഹകരിച്ചാൽ ഞങ്ങളെക്കുറിച്ച് ജനങ്ങൾ എന്ത് വിചാരിക്കും? ഞങ്ങൾ ഈ സംസ്ഥാനത്തെ ഏത് കാര്യമുണ്ട്? ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വെച്ചല്ലോ, ഞങ്ങളവിടെ പോയി ഫുൾ സപ്പോർട്ട് കൊടുത്തല്ലോ. വ്യവസായ വികസനത്തിന് വേണ്ടി, സംസ്ഥാനത്തിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടി മേജറായിട്ട് എതിർത്തിട്ടുള്ള ചില കാര്യമുള്ളൂ. എന്താണ് ഞങ്ങൾ എതിർത്തത്? KRailനെ എതിർത്തു, ഇപ്പോഴും എതിർക്കും. KRail കൊണ്ടുവരട്ടെ, ഞങ്ങൾ എതിർക്കും. അത് കേരളത്തെ പാരിസ്ഥിതികമായി തകർക്കും, സാമ്പത്തികമായി തകർക്കും. അല്ലാതെ തന്നെ അതുവഴി ഉണ്ടാകുന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയും. അല്ലാതെ ഇതുപോലത്തെ നാടകങ്ങൾക്ക് ഞങ്ങളെന്തിനാണ് കൂട്ടുനിൽക്കണം? ഞങ്ങളെന്തിനാണ് മുഖ്യമന്ത്രി പരിഹാസപാത്രമായ പോലെ പ്രതിപക്ഷം പരിഹാസപാത്രമാവേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് കൃത്യമായി കേരളത്തെ വികസനത്തെക്കുറിച്ച് ധാരണകളുണ്ട്. ഞങ്ങൾ അവതരിപ്പിക്കും ജനുവരിയിൽ. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എന്താണ് കേരളത്തിൽ ചെയ്യാൻ പോകുന്നത്? വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ആരോഗ്യരംഗത്ത് എന്ത് ചെയ്യും? മലയോരത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? തീരദേശത്ത് എന്ത് ചെയ്യും
എന്ന് ഞങ്ങൾ കൃത്യമായി പറയും. കേരളം സാമ്പത്തികമായി തകർന്ന ഈ കേരളത്തെ രക്ഷിക്കാൻ UDF-ന് പദ്ധതികളുണ്ട്. അതൊക്കെ ഞങ്ങൾ ജനുവരി പറഞ്ഞോളാം. ജനുവരിയിൽ ഞങ്ങൾ പറയാം. ഇത് 10 കൊല്ലം ഭരിച്ച് കേരളത്തെ നശിച്ച് നാറാണക്കല്ല് പോലെയാക്കി തകർത്ത് തരിപ്പണമാക്കി ഇട്ട് ഇവർ പോവാണ്. എന്നിട്ട് പോയി കാണുന്നതാണ്. നമ്മളെ വികസനത്തെക്കുറിച്ച് നമുക്ക് ക്ലാസ് നമ്മൾ ചെന്നില്ല എന്ന് പറയുന്നത് ഒരർത്ഥമില്ല. കാപട്യമാണ് മുഴുവൻ. അല്ല, അത് എല്ലാ കക്ഷികളും കോൺഗ്രസ് അടക്കം UDF ഘടകകക്ഷികളടക്കം എല്ലാവരും ആവശ്യപ്പെട്ടാണ്. കാരണം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് പോലെയാണ്. ആ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഉള്ളിൽ ഈ 2002 മുതൽ നീക്കം ചെയ്യുന്ന 52.5 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ പറ്റുമോ? ഞങ്ങൾ മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടാണ്. അത് ചെയ്തില്ലെങ്കിൽ അതൊരു തട്ടിപ്പായി മാറും. കാരണം സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പാണ് അല്ലേ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 52.5 ലക്ഷം പേര് ഇവർക്ക് കഴിഞ്ഞോളം ചെയ്യാൻ പാടില്ലായിരുന്നു. ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞോളം ചെയ്യാൻ പാടില്ലേ? ഈ ലോക്കൽ ബോഡി ഇലക്ഷനും അസംബ്ലി ഇലക്ഷൻ്റെയും വക്കത്ത് കൊണ്ടുപോയിട്ട് പറയുകയാണ് 52.5 ലക്ഷം പേർക്ക് വോട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു നിയോജക മണ്ഡലത്തിൽ എത്ര വോട്ടായി? 60,000 വോട്ടോളം ഒരു നിയോജക മണ്ഡലത്തിൽ ചേർക്കേണ്ടതായിട്ട് വരും. 60,000 വോട്ട് പുറത്തു പോവും. ഈ 60,000 വോട്ട് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഈ അസംബ്ലി ഇലക്ഷൻ്റെ ഇടയിൽ ചേർക്കാൻ പറ്റുമോ? അപ്പോൾ തട്ടിപ്പാണത്. ബീഹാറിൽ നടത്തിയത് പോലെയുള്ള പരിപാടിയാണ്. അതിനെയാണ് ഞങ്ങൾ ശക്തിയായി എതിർക്കുന്നത്. ഉറപ്പായി എതിർക്കും. അതിനെ സംസ്ഥാന ബസ്സിലടക്കം വേദി ഇടം കിട്ടിയില്ല, അവർക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവർക്ക് താഴെ ഇരുത്തി അറിയുന്നൊരു വിമർശനം. അതൊന്നും അവർ നടത്തിയ പരിപാടിയെക്കുറിച്ച് നമ്മൾ കമൻറ്റ് പറയേണ്ട ആവശ്യം എന്താ? അവരെന്തിനാണ് പരിപാടി നടത്തിയത്? യോഗി ആദിത്യനാഥ് മെയിൻ അയ്യപ്പ സംഗമത്തിൽ, സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ മെസ്സേജ് കൊടുത്തിട്ട് പിന്നെ ഇവരെന്തിനാണ് വേറെ നടത്തണം? ഇവർ വേറെ നടത്തേണ്ട ആവശ്യം എന്താ? അവരെ ഏറ്റവും വലിയ നരേന്ദ്രമോദി കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ നേതാവ് മറ്റേ അയ്യപ്പ സംഗമത്തിൽ ഇവരും കൂടി അവിടെ പോയിരുന്നാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ എല്ലാം തേഞ്ഞാനെ. അതായിരുന്നു കറക്റ്റ്. അത് ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. സന്ദേശം വളരെ വ്യക്തമാണല്ലോ. അതായത് കേരളത്തിൽ ജാതി മതസ്പർദ്ധ ഉണ്ടാക്കാൻ നിരന്തരമായി ശ്രമിക്കുന്ന ഒരാളെ, മറ്റു സമുദായങ്ങളെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന ഒരാളെ, വിജിലൻസ് കേസിൽ കൂടി പ്രതിയായ ഒരാളെ മുഖ്യമന്ത്രി ആ കാറിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ സന്ദേശം ക്ലിയർ അല്ലേ? സന്ദേശം ക്ലിയർ ആണല്ലോ. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സന്ദേശം ക്ലിയറാണ്. ഞാനൊന്നും പറയുന്നില്ല. അതിനെ ക്ഷണിക്കാനൊരു കാരണം നേരത്തെ ശബരിമലയിൽ വന്നിരുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയാണ്. അതുകൂടി പരിഗണിച്ചിട്ടാണെന്നാണ് മിനിസ്റ്റർ. ഇന്ത്യയിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടല്ലോ. യോഗി ആദിത്യനാഥാണ് പിണറായി വിജയനെ പറ്റി ഏറ്റവും നല്ല കൂട്ട്. കാരണം ഇപ്പോൾ ആ ലൈനാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം, അതിനുമുമ്പ് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. അത് കഴിഞ്ഞ് അത് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണനമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞാനിത് നേരത്തെ പറഞ്ഞതാണ്. അതിന് ഏറ്റവും നല്ല കൂട്ട് യോഗി ആദിത്യനാഥ്, സംശയമില്ല.